ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് മിളക് നടിയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്, റീപ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളുടെ ഓണത്തിൻ്റെ വീഡിയോ എടുക്കാൻ സ്പേസ് ഇല്ലാണ്ടായപ്പോൾ പിള്ളേർ ഇങ്ങനെ കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ ഡിലീറ്റ് ചെയ്തതൊക്കെ പോയി. അതല്ലാതെ കുറച്ച് അതൊക്കെ കിട്ടിയതൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു, അതായത് ആ കണ്ടിന്യൂഷൻ പോകാണ്ടിരിക്കാനാണ്. കാരണം നമ്മളെ ന്യൂട്രീഷൻ ഗാർഡൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ വഴുതിനി നട്ടു. നമുക്ക് കിട്ടിയത് വഴുതിനി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടണത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ട ഉണ്ടായിരുന്നു, വെണ്ടയൊക്കെ നട്ടത്. വെണ്ട, പിന്നെ ചീരയുടെ വിത്തും വെണ്ടയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നട്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണതാണ് ഇപ്പോൾ നമ്മളുടെ മിളകുകൾ. അതായത് 20 എണ്ണം വെച്ചിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് നട്ടു. ഇത് കണ്ടോ, ഈ ഒരു മൂവാണ്ടൻ മാവ് അത് കായ്ച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ മാവ് ഇപ്പോൾ പൂത്തത്. കായ്ച്ചു എന്നല്ല, പൂത്തു, അങ്ങനെ വേണം പറയാം. നമ്മളുടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഫ്രണ്ടിലൊരു വലിയ മാവുണ്ട് നമുക്ക്. അത് എനിക്ക് തോന്നുന്നു 6-7 വർഷമൊക്കെ ആയിട്ടുണ്ട്. അത് നല്ല മാങ്ങയാണ്, വലിയ മാങ്ങ. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടാവും. മാങ്ങ അത്രയും എന്താ പറയുക, തേങ്ങയുടെ പോലത്തെ മാങ്ങ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവച്ചത്. പേരൊന്നും ഓർമ്മയില്ല, അന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ആ മാവുണ്ട്. ഈ ബാക്ക് സൈഡിൽ ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് 2.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് നമ്മളുടെ ഒരു മൂവാണ്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു എന്തായിരുന്നു, പ്ലിയൂർ മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ അൽഫോൺസ്, അങ്ങനെ 3 മാങ്ങയാണ് വെച്ചിരിക്കുന്നത്. അവരൊക്കെ ഇതുപോലെയൊക്കെ ഈ സൈസിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മൂവാണ്ടനാണ് ആദ്യമായിട്ട് ഇപ്രാവശ്യം പൂത്തിരിക്കുന്നത്. കായ് ഉണ്ടാവുമെന്നറിയില്ല, പക്ഷെ പൂത്തത് കണ്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇതൊക്കെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ കൃഷിഭവൻ ചട്ടിയിൽ കിട്ടിയിട്ടുള്ള എന്താ പറയുക പച്ചക്കറികളാണ്. അതിലിപ്പോഴും നന്നായി നിൽക്കുന്നത് നമ്മളുടെ മിളകിൽ നിന്ന് നമുക്ക് ഫുൾ ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വഴുതിനിങ്ങയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. വെണ്ട കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. അത് നമ്മൾ പറിച്ച് അത് വെണ്ട നമുക്കറിയാലോ, ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ 2 കട തക്കാളി, അത് തക്കാളിയുമ്പോൾ കുറച്ച് തക്കാളി ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഞാൻ വീഡിയോ എടുത്ത് അതൊക്കെ പോയിട്ടുണ്ട് എടുത്തത്. അപ്പോൾ അത് പിന്നെ ഇത് നമ്മൾ വെണ്ട, ഞാൻ പറഞ്ഞില്ലേ ന്യൂട്രീഷൻ ഗാർഡനിൽ നട്ടിട്ടുള്ള വെണ്ടകളുടെ ആ ഒരു ഏരിയയാണത്. കുറച്ച് വെണ്ടയും പിന്നെ കുറച്ച് വയലറ്റ് മുളകൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല മഴയായിരുന്നല്ലോ, നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് കുറേ വയലറ്റ് മുളകൊക്കെ നന്നായി പോയി. നമ്മളെ നോർമൽ മുളകിൻ്റെ ആ ഒരു എന്താ പറയുക, നാടൻ്റെ ഒരു പ്രതിരോധന ശേഷിയൊന്നും അവർക്കില്ലല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് എന്താ പറയുക, മഴയൊക്കെ പെയ്ത് കുറച്ചൊന്ന് വെള്ളമൊക്കെ ആകുമ്പോഴേക്കും അവരൊക്കെ പോയി. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ഇനി നമ്മളുടെ ഒരു അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിറാമിളകാണെന്ന് തോന്നുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണത് കണ്ടിട്ട് തോന്നണത്. അപ്പോൾ അതിൽ ഒരു 20 എണ്ണം ഉണ്ട്. അപ്പോൾ പരമാവധി നടാം. ഒരു 2-3 എണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോഴും, അതായത് കഴിഞ്ഞ 2 ദിവസം മുന്നേ വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയുള്ള സമയത്ത് നമുക്ക് നട്ട് കഴിഞ്ഞാലും ഇത് എത്രത്തോളം പിടിച്ചു കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഇതില്ല. കാരണം നമുക്ക് ഓൾറെഡി നമുക്കൊരു പറ്റിയിരിക്കുകയാണ്. നമ്മളുടെ വയലറ്റ് മുളകിൻ്റെ കേസിൽ കുറേ ചീഞ്ഞു പോയി. സോറി. അപ്പോൾ ഇതും അത് കാരണം ഞാൻ ഒന്ന് മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ട്രേയിലുള്ള മിളകല്ലേ, അതിൽ വളരെ കുറച്ച് മണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇരുന്ന് മുരടിച്ച പോലെയായി. ഇലയൊക്കെ മഞ്ഞച്ചു, നിറയെ ഒരു 6-7 ഇലകളൊക്കെ ആയിട്ട് നിന്നിരുന്ന മുളകാണ് നമുക്ക് കിട്ടുമ്പോൾ. അതിപ്പോൾ ഇപ്പം ഞാൻ നടുന്ന സമയമാകുമ്പോഴേക്കും 2-3 ഒക്കെ ആയി. അത് അത്രയും അവരിങ്ങനെ എന്താ പറയുക, അതിന് ചാണകവെള്ളമൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ കലക്കി ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങോട്ട് അവർക്ക് ആ ഒരു മണ്ണില്ലല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനെ അത്ര ഉഷാറൊന്നും വരുന്നില്ല. അപ്പോൾ ഇതൊന്നും നമ്മളുടെ പൂത്തിട്ടില്ല കേട്ടോ, അത് കുറച്ച് മുന്നത്തെയാണ്. പക്ഷെ ഇപ്പോൾ പൂത്തിട്ടുള്ളൂ. ശരി, എപ്പോഴും അത് ലേറ്റാണ്, ഓൾറെഡി ഇപ്പോൾ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രോ ബാഗോ ഇല്ലെങ്കിൽ ചട്ടിയോ ഒന്നും ആലോചിച്ചില്ല. കാരണം ഇപ്രാവശ്യം നമുക്കിവിടെ നടാം താഴെ. കാരണം അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഇത് പറ്റില്ല. കാരണം നമ്മുടെ റംബൂട്ടാൻ പടർന്ന് പന്തലിക്കും, അത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ നമ്മൾ റംബൂട്ടാൻ നട്ടിട്ട്. ഞാനിത് ട്രിം ചെയ്ത് നിർത്തിക്കുകയാണ്. ഇല്ലെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ പോയേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല വളമുള്ള മണ്ണാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വളം എന്ന് പറയണത് താഴെയാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണടിച്ചിട്ടുണ്ട്. അപ്പോൾ റംബൂട്ടാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി അവർക്കത് കിട്ടും. കാരണം നമ്മളുടെ കോഴിക്കോട് എന്ന് പറയണത്, നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്ന അറിയായിരിക്കും. കോഴിക്കോട് നമ്മളുടെ നെറ്റിട്ട കോഴിക്കോടായിരുന്നു.
അത് എന്താ പറയുക, ഇങ്ങനെ കോൺക്രീറ്റ് അങ്ങനെയുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഉള്ളതല്ല, നോർമൽ വെറുതെ മുകളിൽ കൂടിയൊക്കെ നെറ്റിട്ട് അങ്ങനെ വലിച്ചു കെട്ടിയതായിരുന്നു. അതിങ്ങനെ നീളത്തിലായിരുന്നു, അത് ഈ ഏരിയ മൊത്തം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 1.5 വർഷത്തെ ഒരു വളം ഇതിൻ്റെ അടിയിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ മിളകിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. കാരണം മിളകിൻ്റെ നമുക്കറിയാം വേരുകളൊക്കെ വളരെ സോഫ്റ്റാണ്, തിന്നാണ്. അപ്പോൾ അധികമൊന്നും താഴേക്കൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, അടിച്ച മണ്ണിൽ നമ്മൾ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുത്താലാണ് അവർക്ക് റെഡി ആവുള്ളൂ. പക്ഷേ ഇത് നല്ല ഹാർഡായിട്ടുള്ള മണ്ണാണ്, ഈ ചെളിമണ്ണ് പോലത്തെ മണ്ണല്ലേ, നമുക്കറിയാം, ചുമന്ന മണ്ണ്. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുഴി കുത്തിയിട്ട് ഇവരെ നട്ടതിന് ശേഷമല്ല, നമ്മുടെ പോട്ടി മിക്സ് ഉണ്ടല്ലോ, നമ്മളുടെ നോർമൽ ചകിരിച്ചോറും ഇതൊക്കെയുള്ള ആ ഒരു സോഫ്റ്റായിട്ടുള്ള ആ ഒരു പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിലാണ് നടണത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന്, അതായത് വളരാനാണ് പെട്ടെന്ന് അവർക്ക് വേര് ഒന്ന് പോവാനൊക്കെ ഭയങ്കര കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ പതുക്കെ ഒരു ഹാർഡായിട്ടുള്ള മണ്ണിക്കൊക്കെ അവരുടെ വേരൊക്കെ അത് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു തടം ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് അങ്ങനെ പൊലി പോലെ കൂട്ടിയിട്ട് അതുമ്മ വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കൊത്തി നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ഹാർഡായിട്ടുള്ള മണ്ണ്. മാത്രമല്ല ഇടയിൽ നിറയെ കല്ലുകളും ഉണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ് മണ്ണത്. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് എന്താ പറയുക, പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ 1-2 ചെയ്ത് നോക്കി. പക്ഷേ അങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ എൻ്റെ 2 ദിവസം കൊണ്ട് ഞാൻ ഈ പണി നിർത്തേണ്ടി വരും. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ, അതുപോലെ നമ്മൾ കിളയ്ക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, കുഴിയാകുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ കുഴിയിൽ പോട്ടി മിക്സ് നിറച്ചിട്ട് അതിലാണ് നമ്മൾ ഓരോ മുളകും തൈ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയാണ് മഴ, പകല് ഇപ്പം മഴയില്ല 2 ദിവസമായിട്ട്. അപ്പോൾ രാത്രി മഴ പെയ്യുമ്പോൾ അത്യാവശ്യം അതുകൊണ്ട് നനയ്ക്കണ്ട സത്യത്തിൽ. പിന്നെ മഴ നന്നായിട്ട് പോകാത്തതുകൊണ്ട് നമുക്കിങ്ങനെ സ്ലറിയും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ വേര് ചീയലും പുളിപ്പാണല്ലോ, ആ പ്രശ്നം വരും. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അവരൊന്ന് ആ ഒരു പോട്ടി മിക്സിലൊക്കെ നിന്ന് വേരൊന്ന് പിടിച്ചതിന് ശേഷം നമ്മളുടെ ചാണകവെള്ളം ഉണ്ടല്ലോ, വളരെ ലൈറ്റായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് അവരൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി 4 ഇല, ചിലതിനൊക്കെ 2 ഇലയുള്ളൂ, 4 ഇല എന്നൊക്കെ പറയും, ഒരു 6-7 ഇല പരുവാവണം. അതിന് ശേഷമാണ് നമ്മുടെ സ്ലറിയും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടത് നല്ല കാറ്റ്. ഇപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങിയപ്പോഴേക്കും കാറ്റ് വന്നു തുടങ്ങി. വൈകുന്നേരം നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പെയ്യേണ്ടത് 1 മണിക്കൂർ കൊണ്ടൊക്കെ പെയ്യുക. അതുപോലെ വലിയ ഒരു പെട്ടെന്ന് തന്നെ വെള്ളം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ റോട്ടിൽ നിറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങനെ തന്നെ വറ്റിപ്പോവും. അങ്ങനത്തെ ഒരു ടൈപ്പ് മഴയൊക്കെയാണ്. ഇപ്പോഴല്ല കേട്ടോ, അതൊരു ഓണത്തിൻ്റെ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയണത്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മളുടെ ഈ കോഴിക്കൂട്ടിൽ ഇപ്പോൾ ഇവർ 2 പേരുമാണ് വലിയ ആൾക്കാരായിട്ടുള്ളൂ. അതിൽ ബാക്കിയുള്ളൂ നമ്മളുടെ പഴയ ടീമിൽ. പിന്നെ ഉള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 10 കുഞ്ഞുങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും വലിയ കൂട് പണിത് വെച്ചിട്ട് പിന്നെ അതിൽ കോഴിക്കുഞ്ഞുങ്ങളില്ലെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവരെ നെറ്റിൻ്റെ ഉള്ളിൽ എന്താ വെച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇവർ 2 പേരും വിറ്റാളെ കൊത്തും. കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള അതൊന്നും അറിയില്ല അവർക്ക്. ചെറിയ കുട്ടികളാണ്, 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് വേണം അവരെ നെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വിടാൻ. അപ്പോൾ അതാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെന്താ, എന്നാലും മഴയൊക്കെ പെയ്യാൻ പോകുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ അപ്പം നനച്ചു കൊടുക്കണം എന്നാണല്ലോ, എന്നാലാണ് ഒരു സമാധാനമുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒന്ന് നനച്ചു കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട്. എന്തായാലും മഴ പെയ്യുന്ന ഉറപ്പാണ്, നല്ല കാറ്റും തണവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഇതല്ലാതെ നമ്മുടെ കാന്താരി ഉണ്ടല്ലോ, നമ്മുടെ വെള്ളക്കാന്താരി, അത് വെറുതെ ഇങ്ങനെ ചിലതൊക്കെ നമ്മൾ പൊട്ടിക്കാതെ ഇങ്ങനെ പൊട്ടിക്കാൻ കാണാതെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീണ് കുറേ തൈകൾ അവിടെ ഇവിടെയൊക്കെ മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് ഇതിൻ്റെ കടക്കിൽ ഓരോന്നും കൂടെ നടണം. സാധാരണ നമ്മൾ പറയും, എനിക്കറിയില്ല, നമ്മൾ മുന്നേ അമ്മയൊക്കെ പറയുന്നത് കേൾക്കാം, മിളകെന്ന് പറഞ്ഞത് 1 എണ്ണമല്ല 2 എണ്ണം നടണമെന്ന്, എന്നാലാണ് അവർ മത്സരിച്ച് വളരുള്ളൂ എന്ന് പറയാം. എനിക്കറിയില്ല അത് എന്ത് ഇതാണ്, അങ്ങനെ പറഞ്ഞേക്കാം. അതായത് മുളകിൻ്റെ ഒക്കെ നടുമ്പോൾ ഓരോന്നല്ല 2 എണ്ണം വെച്ച് ട്വിൻസ് ആയിരിക്കും. അപ്പോൾ അതുപോലെ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ 1 എണ്ണം കൂടെ നടണമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അന്ന് നമ്മളുടെ വിത്തുകളൊക്കെ പാവിയതിൻ്റെ ഒരു അപ്ഡേറ്റാണ്. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു 1 ആഴ്ച ആയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് കൈപ്പയ്ക്ക പാവൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ
എന്തായിരുന്നു പയറൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുള്ളൂ. മല്ലിയില വളരെ സ്ലോലിയാണ് മുളയ്ക്കുന്നത്. ഇതുവരെ 1, 2, 3, 4 അത്രയൊക്കെ മുളച്ചിട്ടുള്ളൂ. പിന്നെ തക്കാളി അങ്ങനെ തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മളെ ന്യൂട്രീഷൻ ഗാർഡൻ്റെ തക്കാളി നമ്മൾക്ക് പകുതി ഞാൻ അക്വാപോണിക്സിൽ നടാനാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ജിഫി ബാഗിൽ നട്ട വിത്തുകളുടെ അവസ്ഥ കണ്ടില്ലേ, വളരെ ശോഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതായത് ജിഫി ബാഗ് എന്ന് പറഞ്ഞാൽ വെറുതെ കംപ്രസ് ചെയ്തിട്ട് ചകിരിച്ചോറ് കംപ്രസ് ചെയ്തിട്ടാണ് ഈ ജിഫി ബാഗ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിത്ത് നടുമ്പോൾ അവർ അത്ര ഉഷാറല്ലാത്തത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തത്, എനിക്കറിയൊന്നുമില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇനി അടുത്ത ഇതെന്ന്. പക്ഷേ ഞാൻ കുറച്ച് ചാണകവെള്ളം ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്ഥിതി കണ്ടപ്പോൾ ഞാൻ കുറച്ച് ചാണകവെള്ളമൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉഷാറായി വരുന്നതായിരിക്കും. കാരണം വളത്തിൻ്റെ കുറവാണെന്ന് നമുക്ക് കണ്ടാലേ അറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ തട്ടിക്കൂട്ട് വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അക്വാപോണിക്സ് ആണ്. അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്വാപോണിക്സിൽ നമ്മളെ തക്കാളിയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, നന്ദി, നമസ്കാരം.